കോവിഡ് ദിനങ്ങളിൽ CMC സന്യാസിനി സമൂഹത്തിലെ സന്യാസാർത്ഥിനികൾ അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമാകുന്നു. ചങ്ങനാശ്ശേരി CMC ഹോളി ക്വീൻസ് പ്രൊവിൻസിലെ സന്യാസാർത്ഥിനികളാണ് സ്കിറ്റിലെ കഥാപാത്രങ്ങളായി വേഷമിട്ട 5 പേരും. കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ കോൺഗ്രിഗേഷൻ ദിനാചരണത്തിന്റെ ഭാഗമായാണ് സന്യാസാർത്ഥിനികൾ സ്കിറ്റ് അവതരിപ്പിച്ചത്. ഡോക്ടർ, എന്റെ മകളെ രക്ഷിക്കണം. ഡോക്ടർ റോസ്മേരിക്ക് മാത്രമേ എന്റെ മകളെ രക്ഷിക്കാൻ സാധിക്കൂ. അവളെ അവസാനമായി ചികിത്സിച്ച വെല്ലൂരിലെ ഡോക്ടർമാർ പോലും പറഞ്ഞത് ഈ ഓപ്പറേഷന് കേരളത്തിലെ ഏറ്റവും വിദഗ്ധയായ വ്യക്തി ഡോക്ടർ റോസ്മേരിയാണെന്നാണ്. വെണ്ണിലാവ് ഉദിച്ചപ്പോൾ എന്ന പേരിട്ട സ്കിറ്റിൽ ഡോക്ടറായി വരുന്നത് മരിയയും സന്യാസിനിയായി വരുന്നത് കാതറിനുമാണ്. അനു ആന്റണി, സിസിലിയ സഞ്ജയ്, ഹർഷ ആന്റണി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നീ ഒരു സന്യാസിനിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ഞാൻ കേവലം ഒരു മനുഷ്യ സ്ത്രീയാണ്. മനുഷ്യ സ്ത്രീകൾ തന്നെയാണ് ചേച്ചി സന്യാസിനികൾ. വിചാരങ്ങളിലും വികാരങ്ങളിലും പുലർത്തുന്ന ഔന്നത്യമാണ് മനുഷ്യ സ്ത്രീയെ സന്യാസിനിയാക്കുന്നത്. കേവലം ഒരു മനുഷ്യ സ്ത്രീക്കും ചിലപ്പോൾ ശിരോവസ്ത്രമില്ലാതെ തന്നെ സന്യാസിനിയേക്കാൾ വലിയ സന്യാസിനിയാകുവാൻ കഴിയും. ചേച്ചിക്ക് മുൻപിൽ ദൈവം ഇപ്പോൾ ആ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. നിന്റെ മനസ്സിളകരുത് റോസ്മേരി. മനസ്സിനെ കല്ലാക്കൂ, കല്ലാക്കൂ റോസ്മേരി. ഈ കന്യാസ്ത്രീയുടെ മുഖത്ത് എത്ര അപാരമായ ചൈതന്യം! ചാവറയച്ചന്റെ പ്രാർത്ഥനയുടെ സാക്ഷാൽ ചൈതന്യം. സന്യാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും കുലീനതയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പകയുടെ കനലിൽ നിന്നും സ്നേഹത്തിന്റെ വെൺവെളിച്ചത്തിലേക്ക് എന്ന സന്ദേശം നൽകുന്ന സ്കിറ്റ് അവതരിപ്പിച്ചതെന്ന് സന്യാസാർത്ഥിനിയായ മരിയ തോമസ് പറഞ്ഞു. സന്യാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും കുലീനതയും, ഒരു സന്യാസിനിയുടെ പ്രാർത്ഥന, ചുറ്റുമുള്ളവരുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന നന്മയുടെ പരിവർത്തനം ഈ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയായിരുന്നു. സ്കിറ്റിൽ നരേഷൻ കൊടുത്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ പ്രസന്നയാണ്. CMC സന്യാസിനി സമൂഹത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ CMC വിഷനിലൂടെയാണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. സിസ്റ്റർ ആഗ്നസ്, എന്റെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ റോസ്മേരി തന്നെ എന്റെ മകളെ ഓപ്പറേറ്റ് ചെയ്തു. സിസ്റ്ററിനോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സിസ്റ്റർ. ഞാൻ തോറ്റു. ഈ കന്യാസ്ത്രീയുടെ നന്മയും പ്രാർത്ഥനാ തീഷ്ണതയും എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഓരോരുത്തന്റെ അറ്റകുറ്റങ്ങളും കുറച്ചിലുകളും ക്ഷമിപ്പാനും തമ്മിൽ സ്നേഹമായിരിക്കാനും ചാവറലിലൂടെ പഠിപ്പിച്ച വിശുദ്ധ ചാവറപിതാവിന്റെ തീക്ഷ്ണതയോടെയുള്ള പ്രേക്ഷിത സാക്ഷ്യം. എനിക്കും എൻ്റെ സമൂഹത്തിനും വേണ്ടി ദൈവം കരുതി വച്ച വിലപ്പെട്ട പ്രേക്ഷിത സാക്ഷ്യമായിരുന്നു ഇത്. ആ വലിയ കൃപയ്ക്ക് ഞാനാണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്.